അപ്പോൾ ഇന്ന് നമുക്ക് മൂവിയുടെ ഷൂട്ട് വരുന്നത് ചെന്നൈയിലാണ് കേട്ടോ. ചെന്നൈ വടവളനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള റൂം. ഞാനും അഞ്ജിതയും അലീനയാണ് ഉള്ളത്. ഇന്നലെ രാത്രി 10 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി രാവിലെ ആയപ്പോൾ നമ്മളിവിടെ എത്തി. അങ്ങനെ അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. റൂമിലെത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഫ്രഷ് ആയതിനു ശേഷം നേരെ നമ്മൾ ലൊക്കേഷനിൽ പോയിട്ടോ. ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഒരു കല്യാണ വീടാണ് കേട്ടോ. ഇതിൽ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ തമിഴ് മൂവി ജോ ഇല്ലേ, അതിലെ നായകനായിരുന്നു കേട്ടോ. അപ്പോൾ ആളെ കണ്ട സന്തോഷം. പിന്നെ നമ്മുടെ ആക്ട്രസിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. നല്ല സുന്ദരി പെണ്ണായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഒരുപാട് പേരെ പരിചയപ്പെടാനും നമ്മൾ അവരായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനും സ്ഥലങ്ങൾ കാണാനും ഫുഡ് ട്രൈ ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഒരു സിനിമ വരെയൊക്കെ നമ്മൾ അതിലൊരു ചെറിയൊരു ഭാഗമാവാൻ പറ്റുമെന്നുള്ളതൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വെറും 3 മൂവീസേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഞാൻ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഡാൻസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. നമ്മൾ ടി വിയിൽ നമ്മളിങ്ങനെ കാണണം എന്നുള്ളത് ചെറുപ്പത്തിലേ. കാരണം അന്നൊക്കെ ഇങ്ങനെ ഈ D4 അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും അവിടെ എത്താൻ പറ്റുമോ, പക്ഷേ അങ്ങനെയൊന്നും മത്സരിക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരു വേദിയിൽ പോയി കളിക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മഴവിൽ മനോരമ ബമ്പർച്ചിരിയിൽ പോയിട്ട് അത് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇഹേൻ വുഡ്സിൻ്റെ വലിയൊരു വേദിയിൽ അവാർഡ് ഷോയിൽ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റി. ഒരുപാട് സെലിബ്രിറ്റീസും വലിയ വലിയ ആൾക്കാരൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു ഷോ ആയിരുന്നു. അപ്പോൾ അതിൽ പ്രഭുദേവ സാറിൻ്റെ മുന്നിൽ കളിക്കാൻ പറ്റിയതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. സന്തോഷമായി എന്നുള്ളത് സത്യമാണ്. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അതാണ് കേട്ടോ എൻ്റെ ഇങ്ങനെ എന്താ പറയുക വർത്തമാനമായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരും, ഇപ്പം എൻ്റെ ഫാമിലി ആയാലും എൻ്റെ കൂടെ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒട്ടനെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ അത്രേ ഉള്ളൂ.